ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, ആ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതുകൂടാതെ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഓരോ പാരാമീറ്റർ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറയുന്നു. അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉപയോഗിച്ച് ഒരു സിമ്പിൾ എക്സാമ്പിൾ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഡാറ്റ സെറ്റ് ആണ്. സോ ഈ ഡാറ്റ സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഡാറ്റ സെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ ആണ്. ഇതിനകത്ത് n എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ദിസ് എക്സാമ്പിൾ 1-നകത്തുള്ള ഈ എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? n ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാപിറ്റൽ N ഈസ് ദി നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ ഈച്ച് എക്സാമ്പിൾസ്. അപ്പോൾ നേരത്തെ നമ്മൾ പോളിനോമിയൽ റിഗ്രഷനും സിമ്പിൾ ലീനിയർ റിഗ്രഷനിലും നമ്മൾ ഒരു സിംഗിൾ ഫീച്ചേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. y is equal to a സിംഗിൾ x എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വാല്യൂ ആണ്, സിംഗിൾ ഫീച്ചർ ആണ്. ഇതിനകത്ത് n ഫീച്ചേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y1 എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി ഈസിലി റിട്ടൺ ആസ് y1 is equal to, you can write it as somewhat like this. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, it can be written as y1 is equal to, it is a linear combination. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറയാം? ബീറ്റ സീറോ എന്ന് പറഞ്ഞാൽ ഇതൊരു പാരാമീറ്റർ ആണ്. ബീറ്റ സീറോ പ്ലസ് ബീറ്റ 1 എന്ന് പറഞ്ഞാൽ അടുത്തൊരു കോൺസ്റ്റന്റ് ആണ്. ബീറ്റ 1 ഇൻറ്റു x11 പ്ലസ് നമുക്ക് എഴുതാം ബീറ്റ 2 ഇൻറ്റു x21 പ്ലസ് ബീറ്റ 3 into x beta 3 into x31 etc. നമുക്ക് ഇങ്ങനെ എഴുതാം etc. up to beta capital N. There will be n features. അപ്പോൾ beta n into xn1 ഇതാണ് y1 എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് സംവാട്ട് ലൈക്ക് ദിസ്. നമുക്ക് y1-നെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ y2-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് y2 as y2 is equal to beta 0 plus x11 plus beta 1 into x12 plus beta 2 into x22 plus beta 3 into x13 etc. അങ്ങനെ പോകും. So similarly you can try any such combination of things. അപ്പോൾ നമുക്ക് ഏതൊരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് y നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. വാല്യൂ ഓഫ് y can be written somewhat like this. It is a linear combination. You can write it like y is a linear combination എന്ന് നമുക്ക് പറയാം. അതാണ് ഈ ദിസ് ടൈപ്പ് ഓഫ് represent. Y is a linear combination of a set of n features. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ
എന്താ പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ n ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ബൈ an equation of the form y is equal to beta 0 plus beta 1 x1 plus etc. up to beta n xn. നേരത്തെ നമ്മൾ പഠിച്ചു, നമ്മൾ നേരത്തെ പോളിനോമിയൽ റിഗ്രഷന്റെ ഏത് ഫോമിലായിരുന്നു? y is equal to beta 0 plus beta 1 x1, ഒറ്റ ഫീച്ചറേ ഉള്ളൂ, beta 1 x plus beta 2 x squared plus etc. up to beta n x raised to n for an n degree polynomial. ഇതിനകത്ത് ഒരു സിംഗിൾ വേരിയബിളിന് പകരം എത്ര ഫീച്ചേഴ്സ് ആണോ ഉള്ളത്? ഇതിനകത്ത് ക്യാപിറ്റൽ n നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആണെങ്കിൽ there will be n plus 1 പാരാമീറ്റേഴ്സ്. ഇനി നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീറ്റ സീറോന്റെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് beta 0, beta 1 etc. up to beta n. ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കും. yi മൈനസ് yi ക്യാപ് ദ ഹോൾ സ്ക്വയർഡ്. ഇതിനകത്ത് yi ക്യാപ്പിന്റെ yi എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട്. yi ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് in this form y is equal to beta 0 plus beta 1 x1 etc. up to plus beta 1 beta n xn. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? What actually we will get is, you can write somewhat like this. But actually we will get somewhat like this. Just a minute, I will rub these things. നമുക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഫോം. എങ്ങനെയാണ്? യു ക്യാൻ റൈറ്റ് ദ ഫോം ലൈക്ക് ദിസ് ഈസ് എ മെട്രിക്സ് 1 x11 x21 etc. up to xn1. ഇതൊരു മെട്രിക്സ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു വെക്ടർ. വാട്ട് ഈസ് ദ വെക്ടർ? beta 0. This is a unit vector. Beta 0, beta 1 etc. up to beta n. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്? ഫസ്റ്റ് എലിമെന്റ് ഈസ് ഇത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into beta 0. സോ ദിസ് ഈ 1 ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ beta 0, beta 1 etc. up to beta n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വെക്ടർ കിട്ടും. What you will get? You will get the vector y1, y2 etc. up to yn for n number of such. In the previous examples, a small n എന്ന് പറഞ്ഞാൽ എന്താണ്? n is the x1, n is the number of examples. Small n is the number of examples. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് that we will get this multiplied by this, we will get the value. എന്ത് കിട്ടും? We will get a big value like y1 etc. up to y suffix small n. Capital N എന്ന് പറഞ്ഞാൽ number of capital N here denotes, ഈ particular ഇതിനകത്ത് capital N denotes number of features ആണ്. Small n എന്ന് പറഞ്ഞാൽ number of examples ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇനി നമുക്ക് എന്താണ്? we need to find out the value of this particular b. ഈ b വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യും? ഈ ഇക്വേഷനെ നമ്മൾ എടുക്കുമ്പോൾ we will get this equation. ഈ ഇക്വേഷനെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? we will get the value of b. b എന്ന് പറഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ പോളിനോമിയൽ റിഗ്രഷനിൽ പറഞ്ഞ പോലെ b is equal to x transpose into x the whole inverse x transpose y. അപ്പൊ ഇത് കിട്ടി നമ്മുടെ കയ്യിൽ ഇതിന്റെ എല്ലാ വാല്യൂസ് ഉണ്ട്. x എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ മെട്രിക്സ് ആണ്,
പിന്നെ എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാം. അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു, പിന്നെ എക്സ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, വൈയുടെ വാല്യൂ, വൈ വെക്ടറിന്റെ വാല്യൂ നമുക്കറിയാം. ഇത് ഈ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ദിസ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബീറ്റ 0, ബീറ്റ 1 എക്സെട്ര അപ് ടു ബീറ്റ ക്യാപിറ്റൽ N. അപ്പോൾ ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫീച്ചേഴ്സിൽ എന്താണ് n+1 പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. സോ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് പോളിനോമിയൽ റിഗ്രഷൻ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഈ ഇക്വേഷന്റെ ഈ പർട്ടിക്കുലർ ഇതിനകത്ത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫീച്ചേഴ്സിന് പകരം നമ്മൾ എന്താണ് അതൊരു പോളിനോമിയൽ ഫോം, എത്ര ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എത്രയാണോ അത്രയും ഇതേ വരത്തുള്ളൂ. സോ സിംഗിൾ ഇതേ വരത്തുള്ളൂ. സിംഗിൾ ഫീച്ചേഴ്സേ ഇതിനകത്ത് ഉപയോഗിക്കത്തുള്ളൂ. അതിന്റെ പവർ ആണ് പോളിനോമിയൽ റിഗ്രഷനിൽ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ ദർ വിൽ ബി സ്മോൾ n ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. അപ്പൊ ഇതാണ് ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും ഒരു പോളിനോമിയൽ റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമം വാല്യൂസ് ഓഫ് ബീറ്റ 0, ബീറ്റ 1 എക്സെട്ര അപ് ടു ബീറ്റ N ബൈ യൂസിങ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ മോഡൽസ്. ഇനി അടുത്തത് നമ്മളൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡല് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് രണ്ട് ഫീച്ചേഴ്സ് ആണ്. രണ്ട് ഫീച്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ Nന്റെ വാല്യൂ ഹിയർ ക്യാപിറ്റൽ Nന്റെ വാല്യൂ എത്രയാണ്? ക്യാപിറ്റൽ N ഈസ് ദി നമ്പർ ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 4 എക്സാമ്പിൾസ് ഉണ്ട്. സോ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 4. സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. സ്മോൾ n എത്രയാണ്? 2 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. സോ സ്മോൾ n ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3.25 ഈസ് ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നേരത്തെ പറഞ്ഞ പോലെ 3.25, you can write somewhat like this. Okay, 3.25 is equal to 25 equal to, you can write it as beta 0 plus beta 1 1 x1 plus beta 2 x2. This is one equation. This is one linear equation. അടുത്ത രണ്ടാമത്തേതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.5 is equal to, again you can write it like this. 6.5 is equal to beta 0 plus beta 1 x1 plus beta 2 x2. Similarly, 3.5 as well as 4 equation നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം? It can be written as, you can see from this particular example, this can be written as ഈ particular matrix ന്റെ രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? ഫസ്റ്റ് വാല്യൂ എല്ലാം 1 ആണ്, ബിക്കോസ് ഇതിന്റെ ബീറ്റ 0 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ 0, ബീറ്റ 1 as well as beta 2 is equal to y. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? You can write it somewhat like this. X, so if x is the matrix, x multiplied by b, that is equal to y. So you will, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? So we have to find out the value of y is equal to x transpose x the whole inverse. So we have to find out the value of beta. So this b is equal to, so we are getting this value of b is equal to, you can write it like this. B is equal to x transpose x the whole inverse into x transpose into y. So y the value, then what is the value of this y? Y is equal to
a vector with 3.25, 6.5 as well as 3.5 and last is 5. This is the vector for y. അപ്പോൾ നമ്മൾ എക്സ് ട്രാൻസ്പോസ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ചില സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാം, അതിന്റെ ട്രാൻസ്പോസ് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈസിലി നമുക്ക് എക്സ് ട്രാൻസ്പോസ് എക്സ് കണ്ടുപിടിക്കാം, അതിന്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യു ട്രൈ വിത്ത് ദ കാൽക്കുലേറ്റർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ട്രാൻസ്പോസ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ആസ് വെൽ ആസ് എക്സ് ട്രാൻസ്പോസ് ഇൻടു വൈ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. അത് വെച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് യു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി y this but b vector എന്ന് പറഞ്ഞാൽ എന്താണ്? It consists of beta 0, beta 1 as well as beta 2. ഇനി b vector എടുക്കുമ്പോൾ x transpose x കിട്ടുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. x transpose x the whole inverse കിട്ടുന്ന വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് you can easily find out the value of these two things, x transpose as well as x transpose x inverse. ഇനി b യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ you will get the value of b is equal to 2.0625 minus 2.3750 and 3.2500. അപ്പോൾ നമുക്ക് y നെ നമുക്ക് ജനറൽ ആയിട്ട് ഏത് ഇക്വേഷൻ എഴുതാം? y is equal to 2.0625 minus 2.3750 x1 plus 3.2500 x2. ഈ ഫോമിൽ നമുക്ക് y നെ എഴുതാം. That is a general linear equation model. Here what we did is we estimate the value of these three parameters: beta 0, this is beta 0, this is beta 1 as well as beta 2. This is beta 2. ഈ മൂന്ന് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ലീനിയർ റിഗ്രഷൻ പ്ലെയിൻ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനകത്ത് രണ്ട് ഫീച്ചേഴ്സ് ഉള്ള പ്രോബ്ലം ആണ് നമ്മൾ നേരത്തെ ഇപ്പൊ നോക്കിയത്. സോ ദിസ് ഈസ് എ പ്രോബ്ലം വിത്ത് ടു ഫീച്ചേഴ്സ്. x1 എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മൾ ഒരു z കോർഡിനേറ്റ് ആയിട്ട് കൊടുത്തു, x2 എന്ന് പറഞ്ഞ ഫീച്ചർ x കോർഡിനേറ്റ് ആയിട്ട് കൊടുത്തു, y എന്ന് പറഞ്ഞ എന്താണ് ഔട്ട്പുട്ട് നമ്മൾ y കോർഡിനേറ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എടുക്കാം, നമ്മൾ പ്രീവിയസ് ഡാറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വാല്യൂ ഓഫ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x1 ആൻഡ് y1? x1 1, x2 ഈസ് 1. 1, 1 and 3.25. 1, 1 and 3.25 അതിനകത്ത് മാർക്ക് ചെയ്യുന്നു. That is this particular thing that is marked as 1, 1, 3.25. x1 is equal to 1, x2 is equal to 1, x1 is equal to 1, x2 is equal to 1 and again 3.5 is the. അപ്പോൾ നമ്മൾ ഇതാണ് ഇങ്ങനെ 4 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. നമ്മളുടെ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ വാല്യൂ ജനറേറ്റഡ് ബൈ ദ മോഡൽ. മോഡലിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. വൈയുടെ വാല്യൂ എന്താണ്? 2.0625 minus 2.3750 x1 plus 3.25 x2. ഇതിനകത്ത് ഈ 4 x1 x2 വാല്യൂസിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന y വാല്യൂസ് ആണ് ഇതിനകത്ത് എന്ത് കാണിച്ചിരിക്കുന്നത്? സോളിഡ് ഡോട്ട്സ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദി പ്രെഡിക്റ്റഡ് y വാല്യൂസ്. ഇനി ആക്ച്വൽ y വാല്യൂസ് എന്തായിരിക്കും? ആക്ച്വൽ y വാല്യൂസ് എന്ന് പറയുന്നത് ഇതിനെ എന്തിലോട്ടാണ്? ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യമേ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞു വാട്ട് ഈസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദിസ് വേരിയബിൾ. ഇതിനെ നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റഡ് വാല്യൂസ് ആണ് that will on this particular thing will be the actual value of that particular variable. അപ്പോൾ ആ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എന്താണ്? you will get a linear combination of all those things. അതാണ് that is the actual value. അതാണ് നമ്മൾ സോളിഡ് അല്ലാത്ത ഡോട്ട്സ്, ഹോളോ ഡോട്ട്സ് ആയിട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So this is the basic concept that we have used in linear multiple regression. So thank you all of you for patiently watching this video.